ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ബീഫ് ഇഷ്ടമാവുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് നമ്മുടെ നാടൻ ബീഫ് റോസ്റ്റ്. നാടൻ ബീഫ് റോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ബീഫ് റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഈ രീതിയിലല്ല, അത് കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിലാണ്. അപ്പോൾ ഇത് ഇവിടെ അമ്പിച്ചിറ്റയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ബീഫ് റോസ്റ്റ് ആണ്. അപ്പോൾ ഞാൻ ആ റെസിപ്പി നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്ത് തരാമല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസമാണ് ഈ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുന്നത് കാണുന്നത്. അപ്പോൾ അന്ന് തന്നെ തീരുമാനിച്ചതാണ് ഉടനെ തന്നെ ഈ ഒരു ബീഫ് റോസ്റ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഈസി ആണോ ഇല്ലയോ എന്നുള്ളതും കൂടി നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ബീഫ് റോസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 1/2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അതിലേക്കായിട്ട് ഒരു 3 സവാള എടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഒരു പിടി വെളുത്തുള്ളി എടുക്കുക. ഒരു 10-12 അല്ലി അല്ലെങ്കിൽ ഒരു പിടി, നിങ്ങളുടെ താല്പര്യം അനുസരിച്ച്. വെളുത്തുള്ളി കൂടുതൽ ചേർക്കുക ബീഫിൽ. ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ നീളത്തിൽ മുറിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ 4-5 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് തേങ്ങക്കൊത്തും കൂടി വേണം ഇതിലേക്ക്. അപ്പോൾ ബീഫ് നമ്മൾ കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി സവാളയൊക്കെ മുറിച്ച് തേങ്ങയൊക്കെ കൊത്തി എടുത്തിട്ട് നമുക്ക് ബീഫ് റോസ്റ്റ് റെഡിയാക്കി എടുക്കാം. ഒന്നും കൂടി ആദ്യം മുതൽ. അപ്പോൾ നമ്മൾ നമ്മുടെ തേങ്ങക്കൊത്ത് ഈ ഒരു വലിപ്പത്തിലാണ് എടുത്തിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ അധികം ചെറിയ പീസുകളായിട്ടല്ല, നമ്മൾ ഉണ്ണിയപ്പത്തിലേക്ക് ഇടുന്നതിനേക്കാൾ കുറച്ചുകൂടി വലിയ പീസുകളായിട്ടാണ് തേങ്ങക്കൊത്ത് എടുത്തിട്ടുള്ളത്. പിന്നെ സവാള നീളത്തിൽ തിന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബീഫിൻ്റെ മസാല റെഡിയാക്കി തുടങ്ങാം. മസാല റെഡിയാക്കിയിട്ടാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ സാധാരണ എപ്പോഴും നമ്മൾ എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടാണ് ബീഫ് കുക്കറിലേക്ക് ഇട്ടിട്ട് വേവിക്കുന്നത്. ഇത് വേറൊരു രീതിയിലാണ്. അപ്പോൾ നമുക്ക് ആദ്യം മസാല റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ നമ്മൾ പാൻ ചൂടാക്കിയിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മളിത് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം. വെളിച്ചെണ്ണയിലേക്ക് ഞാനിപ്പോൾ ഇതാ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന തേങ്ങക്കൊത്തി ചേർക്കുകയാണ്. ഈ തേങ്ങക്കൊത്തൊന്ന് നമുക്ക് ലൈറ്റായിട്ട് കളർ ചേഞ്ച് ആയി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. 1/2 കിലോ ബീഫ് ആയതുകൊണ്ടാണ് നമ്മൾ എടുത്തു വെച്ചിരുന്ന തേങ്ങയുടെ ഒരു 1/4 ഭാഗം എടുത്തത്. നിങ്ങൾ എടുക്കുന്ന ബീഫിൻ്റെ അളവനുസരിച്ച് തേങ്ങക്കൊത്തിൻ്റെ അളവ് കൂട്ടുക കേട്ടോ. ഇതൊന്ന് പതുക്കെ കളർ ചേഞ്ച് ആയി വരട്ടെ. ഒരുപാടങ്ങ് ബ്രൗൺ ആയി പോകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ തേങ്ങക്കൊത്ത് ലൈറ്റായിട്ടൊന്ന് കളർ ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും മതി. ഞാനിത് എണ്ണയിൽ നിന്ന് മാറ്റുകയാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വഴറ്റിയെടുക്കാനുണ്ട്. തേങ്ങക്കൊത്ത് ഒരുപാട് മൂത്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചവയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ലൈറ്റായിട്ടൊന്ന് കളർ ചേഞ്ച് ആകുമ്പോൾ തന്നെ എണ്ണയിൽ നിന്ന് മാറ്റുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. അതുപോലെ തന്നെ പച്ചമുളകും. ഇനി ഇതെല്ലാം ചേർത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ലൈറ്റായിട്ട് വഴന്നു വരുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും റോ ടേസ്റ്റ് ഒന്ന് മാറി തുടങ്ങിയാൽ മതി. ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ ഷെയ്ഡ് ആയി പോകണ്ട. നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന സവാള ചേർക്കാണ്. ഇനി സവാളയിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കാണ്. ഇതൊന്ന് ഇളക്കി നന്നായിട്ട് വഴറ്റിയെടുക്കണം. നന്നായിട്ട് സവാള കുക്കായി വന്നതിന് ശേഷമാണ് നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സവാള ഒന്ന് കളർ ചേഞ്ച് ആയി വരട്ടെ. അതുവരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ തന്നെ 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. കാശ്മീരി ചില്ലി പൗഡറൊക്കെ നിങ്ങളുടെ എരിവനുസരിച്ച് വ്യത്യാസം വരുത്താം കേട്ടോ. പിന്നെ 1.5 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയും ചേർക്കാം. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഞാൻ ഇനി ചേർക്കാൻ പോകുന്നത് നമ്മുടെ കുരുമുളക് പൊടിയാണ്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട്.
അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. അപ്പോൾ ഇതെല്ലാം ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യുക. ഈ പൊടികളുടെ റോ സ്മെല്ല് മാറി വരുന്നത് വരെ ഇളക്കി എടുക്കണം. നമ്മൾ ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പൊടികളുടെ എല്ലാം റോ സ്മെല്ല് മാറി വരും. അപ്പോൾ പൊടികൾ ചേർക്കുമ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഫ്ലെയിം കുറച്ച് വയ്ക്കുക. അതിനുശേഷം കൂട്ടി വെച്ചിട്ട് നമുക്ക് പൊടികൾ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ രീതിയിൽ ബീഫ് റോസ്റ്റ് ചെയ്യാറുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ഈ രീതിയിൽ ബീഫ് റോസ്റ്റ് ചെയ്യാറില്ല. ഞാൻ എപ്പോഴും മസാലകളെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടാണ് കുക്കറിൽ കുക്ക് ചെയ്തെടുക്കാറുള്ളത്. ഈ രീതിയിൽ ആദ്യമായിട്ട് ചെയ്യാണ്. ഇത് ചിറ്റ പറഞ്ഞു തന്ന രീതിയാണ്. അതുകൊണ്ടാണ് ഞാനപ്പോൾ ഈ രീതിയിൽ ചെയ്ത് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചത്. അപ്പോൾ എങ്ങനെയുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും നമുക്കൊന്നും അറിയണ്ടേ. അപ്പോൾ നന്നായിട്ട് നമ്മുടെ മസാലകളൊക്കെ ഒന്ന് കുക്കായി വരട്ടെ. പിന്നെ ഇതിലേക്ക് ഞാൻ തക്കാളി ചേർക്കില്ല കേട്ടോ. തക്കാളി ചേർക്കാതെയാണ് ഈ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് പുളി ആവശ്യമാണെങ്കിൽ തക്കാളി ചേർക്കാം. തക്കാളി ചേർക്കാതെ ഉണ്ടാക്കുമ്പോഴാണ് ബീഫിന് ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ നമ്മുടെ മസാലകൾ കുക്കായിട്ടുണ്ട്. നമുക്കിനി കുക്കറിലേക്ക് നമ്മുടെ മസാലകൾ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം ചേർത്തൊന്ന് ഇളക്കുക. ഇതിലേക്ക് ബീഫിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കണം കേട്ടോ. നമ്മൾ സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തുണ്ടല്ലോ, അതും ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ചേർക്കുന്നത് കറിവേപ്പില. ധാരാളമായിട്ട് കറിവേപ്പില ചേർക്കുക. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ബീഫിൻ്റെ മൂപ്പ് അനുസരിച്ച് വെള്ളം ചേർക്കുക കേട്ടോ വേവിക്കാനായിട്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട്. ചില ബീഫിന് നമുക്ക് വെള്ളം ചേർക്കാതെ തന്നെ വേവിച്ചെടുക്കാം. ചില ബീഫിൽ നമ്മൾ വെള്ളം ചേർക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് വേവിക്കാൻ പോകുന്നത്. അപ്പോൾ നന്നായിട്ട് മസാല ഇതിലേക്ക് പിടിച്ചു വന്നിട്ടുണ്ട്. ഒന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഉപ്പ് നമുക്ക് അവസാനം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് വെള്ളം ചേർക്കാം. അപ്പോൾ നമുക്കിനി ബീഫ് അടച്ചു വെച്ചിട്ട് 1 വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വയ്ക്കാം. അതിനുശേഷം ഫ്ലെയിം കുറച്ചിട്ട് ഒരു 25 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വയ്ക്കുക. അതിനിടയ്ക്ക് വിസിൽ വന്നാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് 25 മിനിറ്റ് കഴിഞ്ഞ് കംപ്ലീറ്റ് പ്രഷറൊക്കെ പോയി കഴിഞ്ഞിട്ട് തുറക്കാം. അപ്പോൾ ഇതിനിടയ്ക്ക് വിസിൽ വന്നു എന്ന് വെച്ചിട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വിസിൽ വന്നോട്ടെ, ഒരു പ്രോബ്ലം ഇല്ല. അപ്പോൾ ഇതൊന്ന് കുക്കായി വരട്ടെ. ഫസ്റ്റ് വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ, അത് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലാക്കി വെക്കുക കേട്ടോ. ഇപ്പോൾ നമ്മുടെ കുക്കർ 1 വിസിൽ വന്നതിന് ശേഷം നമ്മളൊരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചു. അതിനുശേഷം കംപ്ലീറ്റ് പ്രഷർ പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറക്കാം. ഇപ്പോൾ കണ്ടോ ബീഫൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ നമുക്ക് ഈ വെള്ളം വറ്റിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ വെള്ളം വറ്റിച്ചെടുക്കാം. ഞാനിപ്പോൾ വെള്ളമൊന്ന് വറ്റിച്ചെടുക്കാൻ പോവാണ്. ഒരുപാട് വറ്റിച്ചെടുക്കല്ല, ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കാൻ പോവാണ്. ഇത്രയും ഗ്രേവി വേണ്ട നമ്മുടെ ബീഫ് റോസ്റ്റിന്. അതുകൊണ്ടാണ് ഞാൻ ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കാൻ പോകുന്നത്. ഈ ഗ്രേവി ഒന്ന് കുറുകി വരുമ്പോൾ നമുക്കിനി ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ചേർക്കാനുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഉപ്പും എരിവും എല്ലാം ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എരിവ് കുറവാണെങ്കിൽ കുരുമുളക് പൊടി ചേർക്കുക കേട്ടോ. വേറെ മുളക് പൊടിയൊന്നും ചേർത്തിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആവില്ല. അപ്പോൾ ഇതൊന്ന് കുറുകി വരട്ടെ. അപ്പോൾ നമ്മുടെ ബീഫ് ഇതാ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് ചേർക്കുകയാണ്. പെരിഞ്ജീരകം പൊടിച്ചത് ചേർക്കുമ്പോൾ നമ്മുടെ ബീഫിൻ്റെ ടേസ്റ്റ് കൂടും കേട്ടോ. അതെപ്പോഴും നമ്മൾ ബീഫ് ഫ്രൈ ആണെങ്കിലും റോസ്റ്റ് ആണെങ്കിലും ഒക്കെ ചെയ്യുമ്പോൾ ചേർക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്.
ഇതെല്ലാം ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ വറ്റി വരുന്നുണ്ട്. ഉപ്പും എരിവും എല്ലാം ചെക്ക് ചെയ്തിട്ട് കറക്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് ഉപ്പും എരിവൊന്നും ചെക്ക് ചെയ്യാനില്ല. നമ്മുടെ തേങ്ങക്കൊത്തൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ ബീഫ് നന്നായിട്ട് കുക്കായി കിട്ടും. നമ്മൾ ഒരു വിസിൽ വരുന്നത് വരെ മാത്രം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നീട് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കുക. അങ്ങനെ ആകുമ്പോഴാണ് നല്ല സോഫ്റ്റായിട്ട് ബീഫ് കുക്കായി കിട്ടുന്നത്. അപ്പോൾ ഈ ഗ്രേവി ഒന്നുകൂടി വറ്റി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ബീഫിൻ്റെ പരിപാടി. വളരെ ഈസി അല്ലേ, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ബീഫ് റോസ്റ്റാണ്. നമ്മൾ അല്ലെങ്കിൽ ബീഫ് റോസ്റ്റ് ചെയ്യുമ്പോൾ പിന്നെ സവോളയൊക്കെ വഴറ്റി അതിലേക്ക് വേവിച്ച് ബീഫ് മിക്സ് ചെയ്ത് അങ്ങനെ എടുക്കേണ്ടി വരും. ഇതാവുമ്പോൾ എളുപ്പത്തിൽ നമ്മുടെ ജോലി കഴിയും. ഒന്നുകൂടി ഒന്ന് നമുക്ക് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് ഇതാ റെഡി ആയി കഴിഞ്ഞു. ഇനി ചൂട് മാറി വരുമ്പോൾ ഒന്നുകൂടി ബീഫിൻ്റെ കഷ്ണങ്ങളിലേക്ക് ഈ ഗ്രേവി ഒന്ന് പിടിച്ചു വരും കേട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ നീക്കുമ്പോൾ കണ്ടോ ഗ്രേവി ഒന്നും അധികം ഇല്ല. ഗ്രേവിയൊക്കെ കഷ്ണങ്ങളിലേക്ക് പിടിച്ചു തുടങ്ങി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് ഇതാ റെഡി ആയി കഴിഞ്ഞു. ചൂടോടുകൂടി ചപ്പാത്തിയുടെയോ ചോറിൻ്റെയോ അതുപോലെ തന്നെ പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാം. പുട്ടിൻ്റെ കൂടെ ആണെങ്കിലും വളരെ നല്ല കോമ്പിനേഷനാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പീസാണ് ബീഫിൻ്റെ എല്ലാ പീസുകളും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായി ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ ബട്ടൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.